അപ്പം വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാനാണിത്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എങ്ങനെയെന്നല്ല, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് സെക്ഷനിലും ഞങ്ങൾ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. പ്രിയപ്പെട്ട LP-UP ഉദ്യോഗാർത്ഥികൾക്ക് എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LP-UP നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസത്തോളമായി. ജൂൺ ജൂലൈ എക്സാം ആണെങ്കിൽ ഇനി നമ്മുടെ മുന്നിൽ 100 ദിവസം മാത്രമേ ഉള്ളൂ. 100 ദിവസം കൊണ്ട് LP-UP പഠിച്ചാൽ നിങ്ങൾക്ക് അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ? സാധിക്കും. 100 ദിവസത്തെ വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ LP-UP ടീച്ചറാകുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നു. 100 ദിവസം കൊണ്ട് എങ്ങനെ LP-UP നമുക്ക് പഠിച്ചെടുക്കാം? അതിനു മുമ്പ് നമുക്ക് സിലബസിലെ ഇതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊന്ന് നോക്കാം. സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ പാർട്ട് 1 സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ സബ് ടോപ്പിക്കുകളായ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രം, ഈ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ട് 10 മാർക്കിനാണ് നമ്മുടെ LPST UPST എക്സാമിനേഷനിൽ ചോദിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ ടോപ്പിക്കുകളെ ബേസ് ചെയ്ത കറണ്ട് അഫയേഴ്സ് സെക്ഷനും ചോദിക്കുന്നതാണ്. അത് 2 മാർക്കാണ്. അപ്പോൾ 10+2 12 മാർക്കിനാണ് ഈ ഒരു ഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നത്. സോഷ്യൽ സയൻസിലെ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, ലോക ചരിത്രത്തിൽ നിന്ന് 12 മാർക്കിനാണ് ചോദിക്കുന്നത്. രണ്ടാമത് നമ്മൾ പോവുകയാണെങ്കിൽ സോഷ്യൽ സയൻസിലെ പാർട്ട് ഫസ്റ്റ് തന്നെ സെക്കൻഡ് പാർട്ടാണ് ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, സമൂഹ ശാസ്ത്രം. ഈ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ട് 5 മാർക്കാണ് ഇൻ ഡെപ്ത് ആയിട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ആ ടോപ്പിക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് സെക്ഷന് 2 മാർക്ക് കൂടെ ചോദിക്കും. സോ 5+2 7 മാർക്സിനാണ് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നത്. സോഷ്യൽ സയൻസിൻ്റെ ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രശാസ്ത്രം, സമൂഹശാസ്ത്രം. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത സെക്ഷൻ നോക്കുകയാണെങ്കിൽ സയൻസ് സെക്ഷനാണ്. സയൻസ് സെക്ഷനിൽ ഭൗതിക ശാസ്ത്രം എന്ന ടോപ്പിക്കിൽ നിന്ന് 7 മാർക്ക് ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അനുബന്ധമായിട്ടുള്ള അതിൻ്റെ കറണ്ട് അഫയേഴ്സ് സെക്ഷന് 2 മാർക്ക് പ്ലസ് 7+2 9 മാർക്സിനാണ് ഇവിടെ ചോദിക്കുന്നത്. രണ്ടാമതായിട്ട് രസതന്ത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ 7 മാർക്ക്, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ 2 മാർക്ക്, ടോട്ടൽ 9 മാർക്സിനാണ് ഇവിടെ ചോദിക്കുന്നത്. ഏത്? രസതന്ത്രം എന്ന ഭാഗം. ഇനി മൂന്നാമതായിട്ട് സയൻസിൽ നമ്മൾ നോക്കുമ്പോൾ ജീവശാസ്ത്രമാണ്. ജീവശാസ്ത്രത്തിൽ 6 മാർക്കിന് ചോദിക്കും. അതിൻ്റെ മെയിൻ ഭാഗങ്ങളെല്ലാം 6 മാർക്ക് ചോദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ 2 മാർക്കിന് ചോദിക്കും. ടോട്ടലി ഇവിടെ 8 മാർക്സിനാണ് ഈ സയൻസിലെ ജീവശാസ്ത്രം എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ സബ്ജക്റ്റുകളായിട്ടുള്ള ഗണിതം ഇവിടെ 15 മാർക്കിനാണ് ചോദിക്കുന്നത്. 15 മാർക്സ് ഗണിതം. അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൽ നിന്ന് 20 മാർക്സിനാണ് നമ്മുടെ LPST UPST എക്സാമിനേഷനിൽ ചോദിക്കുന്നത്. വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗങ്ങളാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5, പാർട്ട് 6 വളരെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു ഭാഗം നിങ്ങൾ പ്രയോറിറ്റി നമ്പർ 1 എന്ന് കൊടുക്കണം. പ്രയോറിറ്റി നമ്പർ 1 എന്ന് കൊടുക്കാൻ കാരണം ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെ നോക്കുക. 15 മാർക്സ്, 20 മാർക്സ്, 10 മാർക്സ് ആൻഡ് 10 മാർക്സ് അഗെയിൻ. അപ്പം 15 മാർക്ക്, 20 മാർക്ക്, 10 മാർക്ക്, 10 മാർക്ക്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു ഭാഗങ്ങളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ LPST UPST എക്സാമിനേഷൻ്റെ പ്രയോറിറ്റി നമ്പർ 1 ആയിട്ട് കൊടുക്കേണ്ട ഭാഗമാണിത്. എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി പഠിക്കാൻ മറക്കരുത്. ജനറൽ ഇംഗ്ലീഷ് പഠിക്കാൻ മറക്കരുത്. മലയാളം പഠിക്കാൻ മറക്കരുത്. അതുപോലെ ഗണിതം അതും പഠിക്കാൻ മറക്കരുത്. സോ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പ്രയോറിറ്റി നമ്പർ 1 എന്ന് എടുക്കുക. ഇനി രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ഭാഗമാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രയോറിറ്റി നമ്പർ 2 എന്ന് കൊടുക്കുക. ഇനി മൂന്നാമത്തെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു പാർട്ട് 1 ഭാഗം, പാർട്ട് 1 സോഷ്യൽ സയൻസ്, ഇത് ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുന്ന സമയം കൂടുതൽ എടുക്കേണ്ടത് ഏത് ഭാഗത്തിൽ നിന്നായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഗണിതം, ഇംഗ്ലീഷ്, മലയാളം, എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി നിങ്ങൾ പ്രയോറിറ്റി നമ്പർ 1 കൊടുക്കുമ്പോൾ സയൻസ് എന്ന ഭാഗം പ്രയോറിറ്റി നമ്പർ 2 കൊടുക്കുക. സോഷ്യൽ സയൻസ് എന്ന ഭാഗം പ്രയോറിറ്റി നമ്പർ 3 എന്ന് കൊടുക്കുക. എല്ലാം ഇമ്പോർട്ടൻറ്റ് തന്നെ, പക്ഷേ ആ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു LPST UPST എക്സാമിനേഷൻ എഴുതുന്ന ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം അറിയാണ്ട് നിങ്ങൾക്ക് എങ്ങും എത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ LP-UP എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റത്തുള്ളൂ. സ്റ്റഡി പ്ലാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ എൻട്രിയിൽ LP-UP കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്.
കേരളമൊട്ടാകെ സ്വീകരിച്ച LPUP വിജയപഥ കോഴ്സാണ്. ഇത് 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇത് എങ്ങനെ സ്വന്തമാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലും കമന്റ് സെക്ഷനിലും കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ട് LPUP വിജയപഥം എന്ന് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഇത്രയധികം റാങ്കുകൾ. ഇത് തികയാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഒരുപാട് സ്ലൈഡുകളുണ്ട്. ഒരുപാട് സ്ലൈഡ് അത് ഞാൻ വളരെ ഷോർട്ട് ആക്കിയിട്ട് ഒരൊറ്റ സ്ലൈഡാക്കി തന്നിരിക്കുകയാണ്. എൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് സ്ലൈഡുകൾ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒറ്റ സ്ലൈഡാക്കി തന്നിരിക്കുകയാണ്. മെയിൻ റാങ്കുകളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ്. ഇവിടെ 1ാം റാങ്ക് കരസ്ഥമാക്കി HSA നാച്ചുറൽ സയൻസിന് 1ാം റാങ്ക് കരസ്ഥമാക്കി അശ്വതി നായർ തൊട്ട് ഇവിടെ 19ാം റാങ്ക് അല്ലെങ്കിൽ 43ാം റാങ്ക് എവിടെ വരെ ഇത്രയും റാങ്കുകളാണ് നമ്മുടെ എൻട്രിക്ക് സ്വന്തമായിട്ടുള്ളത്. ഇത് ഇത്രയൊന്നും അല്ല, ഇതിൽ കൂടുതലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വളരെയധികം റാങ്കുകൾ, ഒരുപാട് എൻട്രി ടീച്ചിങ് കാറ്റഗറി തുടങ്ങിയ അന്ന് തൊട്ട് ഇന്ന് വരെ റാങ്കുകളുടെ ഒരു പെരുമഴ തന്നെ നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ LPUP-യിലായാലും HSA-യിലായാലും HSST-യിലായാലും എല്ലാത്തിലും നമ്മൾ റാങ്ക് കരസ്ഥമാക്കാൻ എൻട്രി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് LPUP പഠിക്കണമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് എൻട്രി എന്ന പ്ലാറ്റ്ഫോമിൽ. എൻട്രി എന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. LPUP നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് പോകാം. ഡേ 1 ഇപ്പം ഡേ 1 ഡേ 2 സ്റ്റഡി പ്ലാനൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഓരോ ദിവസവും നമ്മൾ എണ്ണി കൊണ്ടുപോകണം. ഡേ 1 ഡേ 2 ഡേ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര എന്ന് പഠിച്ച് പോകണം. ഡേ 1 നമ്മൾ പഠിക്കേണ്ടത് 30 മിനിറ്റ് നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിക്കുക. ഏതിന് വേണ്ടിയിട്ട്? പഴശ്ശി വിപ്ലവം, വെയിലത്തും പാലിത്തച്ഛനും എന്ന സോഷ്യൽ സയൻസ് കാറ്റഗറിയിലുള്ള ആ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് വെറും 30 മിനിറ്റ് നിങ്ങൾ കണ്ടെത്തുക. പറ്റൂലേ? പറ്റും. വെറും 30 മിനിറ്റ്. നിങ്ങളുടെ ലൈഫിലെ 30 മിനിറ്റ്സ്, നിങ്ങളുടെ ഒരു ദിവസത്തെ ഒരു 24 മണിക്കൂറിലെ ആ ഒരു 30 മിനിറ്റ് നിങ്ങൾ ചെലവഴിക്കുക. അടുത്തതായിട്ട് അടുത്ത 30 മിനിറ്റ് കണ്ടെത്തുക. ആ 30 മിനിറ്റ് നമ്മൾ പഠിച്ചു. പഴശ്ശി വിപ്ലവം പഠിച്ചു, വെയിലത്തമ്മയും പാലിത്തച്ഛനും നമ്മൾ പഠിച്ചു, എല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? ഇനി അടുത്ത 30 മിനിറ്റ് നിങ്ങൾ ഏതിനു വേണ്ടി ചെലവഴിക്കണം? പദശുദ്ധി, സന്ധിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മലയാളത്തിലെ ആ ഒരു ടോപ്പിക്കിന് വേണ്ടി ചെലവഴിക്കുക. കറക്റ്റ് ഇത്രയും ഒരു മണിക്കൂർ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം നിങ്ങൾ. ഓക്കെ, ഇനി അടുത്തതായിട്ട് 1 മണിക്കൂർ ഭൗതിക ശാസ്ത്രം, അളവുകളും യൂണിറ്റുകളും എന്ന ടോപ്പിക്കിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ നിങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ദിവസം വളരെ ലഘുവായിട്ടുള്ള ഒരു ടൈം ടേബിളാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു ദിവസം 2 മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ലേ? നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത എന്താണ്? നമ്മൾ മനുഷ്യരെ കൊണ്ട് സാധിക്കാത്ത എന്താണ്? അപ്പം നിങ്ങളെ കൊണ്ട് സാധിക്കാം. വെറും 2 മണിക്കൂർ. ഇവിടെ 1 മണിക്കൂർ, ഇത് 2 കൂടെ കൂട്ടി 1 മണിക്കൂർ. അങ്ങനെ 2 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെക്കുക. അടുത്തത് ഡേ 2 ഒരു 15 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. അത് കറക്റ്റായിട്ട് നമ്മുടെ മുന്നിൽ 100 ദിവസമാണുള്ളത്. നല്ല രീതിയിൽ നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. നമുക്കിങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ പഠിച്ചിട്ട് പോകണ്ട, കുറച്ച് സമയം നമുക്കുണ്ട്. ഒരു 15 മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഡെയിലി മാറ്റി വെക്കുക. തലേന്ന് പഠിച്ച ഭൗതിക ശാസ്ത്രം, തലേന്ന് പഠിച്ച വെയിലത്തുമിതമുള്ള കാര്യങ്ങൾ, പാലിത്തച്ഛൻ, ആ ടോപ്പിക്കുകൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് പഠിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് പോവുക 45 മിനിറ്റ് ഗണിതം, ഭിന്നസംഖ്യകൾ എന്ന ടോപ്പിക്കിലേക്ക് പോവുക. അത് പഠിക്കുക. ഓക്കെ, അടുത്തതായിട്ട് 30 മിനിറ്റ് ഏതിന് ചെലവഴിക്കുക? ഇംഗ്ലീഷിന്റെ ആർട്ടിക്കിൾ സെക്ഷൻ, ഫ്രേസൽ വേർബ്സ് പഠിച്ചെടുക്കുക. ആർട്ടിക്കിൾസ് പഠിക്കാൻ പാടുന്നില്ല. ഒരു ദിവസം മെനക്കെട്ട് ഇത്രയും സമയം, ഈ ഒരു 30 മിനിറ്റ് നിങ്ങൾ മെനക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബേസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പഠിക്കാൻ സാധിക്കുന്ന സെക്ഷനാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഫ്രേസൽ വെർബ് 30 മിനിറ്റ് പഠിച്ചെടുക്കുക. അടുത്തത് 45 മിനിറ്റ് മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും തോണ്ടേക്കിന്റെ സെക്ഷൻ പഠിക്കാൻ പറ്റൂലേ? നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കൊണ്ട് സാധിക്കും മക്കളെ, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇത്രയും സമയം നിങ്ങൾ ചെലവഴിച്ച് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് ടോപ്പിക്ക് റിവൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തത് ഒന്നുമില്ല. അടുത്തത് ഇനി ഡേ 3 എഗെയിൻ ഒരു 10 മിനിറ്റ് റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. ഇവിടെ ടോപ്പിക്ക് ഇങ്ങനെ പറയുന്നെങ്കിലും നിങ്ങൾക്ക് പാടുള്ള സബ്ജക്റ്റ് ഏതാണ് അത് എല്ലാ ദിവസവും വെളുപ്പിനെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ടാണ് നിങ്ങൾ പുസ്തകം തുറക്കുന്നെങ്കിൽ ആദ്യത്തെ ഒരു 10 മിനിറ്റ് തലേന്ന് എന്താ പഠിച്ചതെന്ന് ആലോചിച്ച് പഠിച്ചു വെക്കുക. ആലോചിച്ച് നോക്കി റിവിഷൻ ചെയ്യുക. അത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം എല്ലാവർക്കും പല ടൈപ്പിലുള്ള ബ്രെയിൻ പവറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ടൈപ്പിലുള്ളതല്ല. അപ്പോൾ എനിക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നേരം അല്ലെങ്കിൽ ഒരുപാട് ദിവസം ഓർത്തിരിക്കും. 10 മിനിറ്റ് വെച്ചോ. എനിക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാം, എത്ര വല്ല കടവട്ടിയുള്ള ടോപ്പിക്ക് പഠിക്കാനും ഒരു 20 മിനിറ്റ് മതിയെങ്കിൽ, പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്തേക്കുന്ന ഒരു പേഴ്സണ്
ഏതൊരു വ്യക്തിയാകട്ടെ, ആ ഒരു പേഴ്സൺ 20 മിനിറ്റ് പോരാങ്ങിട്ട് വരും. ആ വ്യക്തിക്ക് ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും. ഞാൻ പഠിക്കുന്ന അതേ ടോപ്പിക്ക്, ഞാൻ 10 മിനിറ്റ് കൊണ്ട് പഠിച്ച അതേ ടോപ്പിക്ക് ആ വ്യക്തിക്ക് പഠിക്കണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. ചിലപ്പോൾ ഞാൻ ഈ പഠിച്ച കാര്യം ഞാൻ ചിലപ്പോൾ മറന്നു പോകത്തില്ല, ഒരുപാട് നാൾ എൻ്റെ മനസ്സിൽ നിൽക്കും. പക്ഷേ ആ ഒരു വ്യക്തിക്ക് എന്താണ്, എന്നെ തൊട്ടപ്പെടുത്തിരിക്കുന്ന ആ ബി എന്ന് പറഞ്ഞ വ്യക്തിക്ക് ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും. ഒരുപാട് സമയം എടുത്ത് പഠിച്ചാലും 1-2 ദിവസമേ മനസ്സിലേക്ക് നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പവർ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഇത്രയും പ്രായമുള്ള നിങ്ങൾക്ക് എന്തായാലും അറിയാം നിങ്ങളുടെ ബ്രെയിൻ പവർ എത്രയാണ്, എത്രത്തോളം പഠിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്കിത് മനസ്സിലേക്ക് നിലനിർത്താൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. സമയം ചെലവഴിക്കുക, ദിവസത്തിൽ ഇത്രയും സമയം ചെലവഴിക്കുക. എഗെയിൻ 10 മിനിറ്റ് മലയാളം പദശുദ്ധി എന്ന് പറഞ്ഞ സെക്ഷൻ, 10 മിനിറ്റ് ഭൗതിക ശാസ്ത്രം അളവുകളും യൂണിറ്റുകളും, 1 മണിക്കൂർ ഗണിതം ഭിന്നസംഖ്യകൾ, 15 മിനിറ്റ് ഇംഗ്ലീഷിൻ്റെ ആർട്ടിക്കിൾസ് എഗെയിൻ പഠിക്കുക. എല്ലാം പഠിക്കുമെന്ന് പറയാം, തലേന്ന് പഠിച്ചത് എൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കുക. സമയമുണ്ട്. ഇംഗ്ലീഷിൻ്റെ ആർട്ടിക്കിളും ഫ്രേസൽ വെർബും പഠിക്കുക. എഗെയിൻ 15 മിനിറ്റ് മനഃശാസ്ത്രങ്ങളും ആശയങ്ങളും തോണ്ടേക്ക്, ഈ കാര്യങ്ങൾ പഠിക്കുക. അപ്പം വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാനാണിത്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എങ്ങനെയെന്നല്ല, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് സെക്ഷനിലും ഞങ്ങൾ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് PDF ആയിട്ട് ഈ സ്റ്റഡി പ്ലാന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് എല്ലാം ഉണ്ട്. 100 ദിവസത്തെ വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ അടങ്ങിയ ഒരു പാക്കാണ്, ഈ ഒരു കംപ്ലീറ്റ് PDF പാക്കാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മറക്കാതെ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഇന്ന് തൊട്ട് എന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, അതിന് ആ വീഡിയോ കണ്ടിട്ട് 100 ദിവസം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾ മറക്കരുത്, ഈ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങളെ കൊണ്ട് പറ്റും. ഇനി ക്ലാസ്സുകൾ വേണോ? ക്ലാസ്സുകളുണ്ട്. എൻട്രി ആപ്പിൽ ക്ലാസ്സുകളുണ്ട്. തൊട്ട് മുന്നേ ഞാൻ പറയുന്ന പോലെ LPUP വിജയപഥമുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താണ് ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണോ, അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് വേണോ? ഒരുപാട് ഞാൻ ഇപ്പം എന്നെ കൊണ്ടും പറ്റുന്നില്ല. കാരണം നമ്മുടെ എൻട്രി ആപ്പിൽ LPUP നോർമൽ ബാച്ചും ഉണ്ട്, LPUP വിജയപഥ് മാസ്റ്റർ ബാച്ചും ഉണ്ട്. അപ്പോൾ LPUP സാധാ നോർമൽ വിജയപഥിൽ ജസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം അതിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. LPUP വിജയപഥ് മാസ്റ്റർ ബാച്ചിൽ കംപ്ലീറ്റ്ലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം ഒരാൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് കാണും. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. LPUP വിജയപഥ് ആണെങ്കിൽ നിങ്ങൾക്ക് LPUP വിജയപഥ് ചൂസ് ചെയ്യാം. അല്ല, വിജയപഥിൻ്റെ മാസ്റ്റർ ബാച്ച് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് സബി സാറ് എല്ലാ കാര്യങ്ങളും ഈ സ്റ്റഡി പ്ലാൻ എങ്ങനെ പഠിക്കണം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ കഴിവുണ്ടോ എന്നാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് കണ്ടാൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വിജയങ്ങൾ കൈവരിച്ച എൻട്രിയുടെ LPUP വിജയപഥം ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് നോക്കി പഠിക്കാവുന്നതാണ്. അതല്ല സാർ, എനിക്ക് ഒരാൾ എന്നെ ഗൈഡ് ചെയ്യണം, എന്നെ മോട്ടിവേറ്റ് ചെയ്യണം, എനിക്ക് പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെ വീക്കാണ്, മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണ് എന്നാണെങ്കിൽ LPUP വിജയപഥ് മാസ്റ്റർ ബാച്ച് ഉണ്ട്, അത് ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ ഒരു സ്റ്റഡി പ്ലാൻ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ജൂൺ ജൂലൈ നടക്കുന്ന LPUP എക്സാം നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. അതുപോലെ ഒരു ടീച്ചർ ആകാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ LPUP ഈ സ്റ്റഡി പ്ലാൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ വീഡിയോയുടെ അടിയിലുള്ള കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാനാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഉടനെ മറക്കാതെ തന്നെ ഈ PDF ഡൗൺലോഡ് ചെയ്യുക. എല്ലാവർക്കും ഒരു ആശംസ നേരുന്നു. അതുപോലെ തന്നെ ശുഭദിനം.